അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ ബാട്ടു കേസ് വന്നത് 7:30 ഇവിടുത്തെ 7:30 7 മണിക്ക് എത്തണമെന്ന് വെച്ചാൽ എന്നാലും കുഴപ്പമില്ല 7:30 എത്തി. അതായത് വെയിലൊക്കെ വരുന്നതിന് മുന്നേ വേഗം സ്റ്റെപ്പ് കയറി തിരിച്ച് വരാം എന്നാണ്. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ വെയിലും കൂടി അടിച്ച് ക്ഷീണിച്ച് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ ശരിക്കും ഒരു തമിഴ്നാട്ടിലേതോ അമ്പലത്തിലെത്തിയൊരു ഫീൽ തന്നെയല്ലേ. നിറയെ കുരങ്ങന്മാരുണ്ട് കേട്ടോ, ഒരു ലോഡ് കുരങ്ങന്മാരുണ്ട്. പിന്നെ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് മലേഷ്യയിൽ. അപ്പോൾ നാളെ രാവിലെ ഞങ്ങൾക്ക് ഫ്ലൈറ്റാണ്. അപ്പോൾ ഇന്ന് ഈ ബാട്ടു കേസ് മാത്രമേ ബാട്ടു കേസും പിന്നെ മറ്റേ മെർട്ടേക്ക സ്ക്വയർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ പെറ്റ്ലിംഗ് സ്ട്രീറ്റ് ഒന്ന് പോകണം, അത്രേ ഉള്ളൂ. അല്ല ഷോപ്പിംഗ് അറിയില്ല. അപ്പോൾ അതും കൂടി കഴിയുമ്പോഴത്തേക്കും ഇന്നത്തെ പരിപാടിയെല്ലാം കഴിയും. അങ്ങനെ ഞങ്ങൾ അയ്യോ ഇത് 272 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതെ കുത്തനെ കയറ്റവാ. പണ്ട് നമ്മൾ ഞാൻ അതാ പറഞ്ഞു, എനിക്കിപ്പോഴും ഗോപാലസ്വാമി പെട്ടയല്ലേ. അയ്യോ അത് ഞങ്ങൾ 1007 സ്റ്റെപ്പ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെ സൂപ്പറായിട്ട് കയറി ഇറങ്ങി. ഇത് ഇച്ചിരി കുത്തനെ കയറ്റം, കുഞ്ഞു സ്റ്റെപ്പ് വിട്ട് കുത്തനെ കയറ്റം. അപ്പം നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ട്. എൻ്റെ കാല് സ്റ്റെപ്പിൽ നിൽക്കുന്നില്ല. നോക്കി നമ്മളുടെ ഒരു കാല് വെക്കാനുള്ള സ്പേസ് ഇല്ലല്ലേ. കുഞ്ഞിക്കാലൊക്കെ വെക്കാം. റെസ്റ്റ് സ്റ്റോപ്പ്. അതെ. അയ്യോ ഇവരൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നതല്ലേ. പണ്ട് കാലത്ത് 1800-കളൊക്കെ ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നീടാണ് 1800 സംതിങ്ങിലാണ് ഈ മറ്റേ പുള്ളി വന്നിട്ട് നമുക്ക് ടെമ്പിളാക്കി മാറ്റാന്ന് പറഞ്ഞിട്ട് ടെമ്പിളാക്കി. 3 സ്റ്റെപ്പ് നമ്മൾ കവർ ചെയ്തു. 100 സ്റ്റെപ്പ് ഉണ്ടാവും. അതെ, 2ാമത്തെ സ്റ്റോപ്പ് കിളികള ലൈം സ്റ്റോണിൻ്റെ എന്ത് ഭംഗിയല്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അവർ അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പൂവും ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നൊക്കെ ഇതവർ ഡെയിലി ചുമന്ന് കയറ്റുമല്ലേ. ഭാഗ്യത്തിന് കുരങ്ങന്മാരുടെ ശല്യമൊന്നും ഇല്ലല്ലേ. കുറച്ച് രാവിലെ ആകുമ്പോൾ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. പിടിഞ്ഞു വീഴും. ആ തുമ്പത്ത് വന്ന് ഇങ്ങനെ നിൽക്കുമല്ലേ. ഇത്രയും സ്റ്റെപ്പ് കയറിയപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങണം. അയ്യോ അതെ, അവിടെ ഇനിയുണ്ടല്ലേ സ്റ്റെപ്സ്. മടിയനായ രാഹുൽ എൻ്റെ ഷൂ കാവലിനായിട്ടിരിക്കുന്നു. പ്രാർത്ഥിച്ചു. എങ്ങനെയാ പ്രാർത്ഥിച്ച? ഇതാണ് മെയിൻ ടെമ്പിൾ എന്ന് എഴുതിയിരിക്കുന്നത്. വേലായുധ മെയിൻ ടെമ്പിൾ. ഇത് സെക്കൻഡ് ലെയർ ഓഫ് സ്റ്റെപ്സ്. അവിടെ മെയിൻ അമ്പലത്തിൽ എന്തോ അലങ്കാരം നടക്കുവാണ്. ഒരു 5-10 മിനിറ്റ് എടുക്കും എന്ന് പറഞ്ഞു. ചില പോർഷനൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ അതിങ്ങനെ അടർന്ന് വീഴും. ഫോർമേഷനൊക്കെ എന്ത് രസമാണെന്ന് നോക്കാം.
മതിലൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട്. രാഹുലോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി പോയിട്ട് ഇതുവഴി തിരിച്ചു വന്നു. ഇവിടെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. ആ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് സ്റ്റെപ്പ് മറ്റേ അവിടെ ഇത് നടക്കുന്നേ ഉള്ളൂ, എന്തോ അലങ്കാരം. അപ്പം അവരിങ്ങനെ ഒരു കർട്ടൻ വെച്ചിട്ട് ഇങ്ങനെ മറച്ചിട്ടേക്കുക അമ്പലം. എന്നാ പിടിച്ചോ. പിന്നെ ഇത്രയും നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് മറ്റേ പൂജാരി ഓരോ പൂവിൻ്റെ ഇതായിട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. കേട്ടം കഴിഞ്ഞ് ഇനി ഇറക്കമാണല്ലേ ടാസ്ക്. അതെ, ഇറക്കം കാല് പിടിക്കും. ആ കറക്റ്റായിട്ട് മറ്റേ പറഞ്ഞ പഴത്തിലേക്ക് പൊളിച്ചിട്ടുണ്ടല്ലോ മനുഷ്യനെ വീഴ്ത്താൻ വേണ്ടിയിട്ട്. കയറിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു, തിരിച്ചിറങ്ങാൻ പേടിയായതുകൊണ്ട് ക്യാമറ എൻ്റെ തന്നിട്ട് ഇറങ്ങുക. അല്ല, ഇത്രയും നേരം ഞാനല്ലേ വീഡിയോ എടുത്ത. ഞാൻ ഉള്ളിലൊക്കെ പോയി വീഡിയോ ഒക്കെ എടുത്ത് ക്ഷീണിച്ച് ഞാൻ. അങ്ങനെ കുറച്ച് ടൈം എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബാട്ടു കേവ്സ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.